വെൽക്കം ബാക്ക് ടു സക്സസ് അക്കാഡമീസ് യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് 3rd ഓഗസ്റ്റ് 2023 നടന്ന SSC CHSL എക്സാമിലെ ഷിഫ്റ്റ് 2 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചൂസ് ദ ബെസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ബ്രാക്കറ്റഡ് സെഗ്മെൻറ്റ് ഇൻ ദ ഫോളോയിങ് സെൻറ്റൻസ് ടു കംപ്ലീറ്റ് ദ സെൻറ്റൻസ് മീനിങ് അപ്പോൾ നമുക്ക് ബ്രാക്കറ്റിലായിട്ട് ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് എററായിട്ടാണ് തന്നിരിക്കുന്നത്. അതിനെ പറ്റിയ റീപ്ലേസ്മെൻ്റ് ആണ് നമുക്ക് ചൂസ് ചെയ്യേണ്ടത്. No sooner did she shouted than the thieves ran away, leaving all the jewelry on the table. ഒച്ച വെച്ചതും തീവ്സ് ആ ജ്വല്ലറി ഒക്കെ ടേബിളിൽ ഇട്ടിട്ട് ഓടിപ്പോയി എന്നുള്ളതാണ് മീനിങ് വരുന്നത്. അപ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നോ സൂണർ ഡിഡ് അല്ലെങ്കിൽ ഹാഡ് അതാണ് സാധാരണ നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഇനി V3 ഫോം അല്ല വരേണ്ടത്, ബേസ് ഫോമാണ് വരേണ്ടത്. അതുകൊണ്ട് നമ്മുടെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ ഡി ആണ്. നോ സൂണർ ഡിഡ് ഷീ ഷൗട്ട് പറഞ്ഞാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് എക്സ്പ്രസസ് ദ ഗിവൺ സെൻറ്റൻസ് ഇൻ ആക്റ്റീവ് വോയിസ്. അപ്പോൾ നമുക്കൊരു പാസീവ് വോയിസ് ആണ് തന്നിരിക്കുന്നത്, അത് നമുക്ക് ആക്റ്റീവ് വോയിസ് ആക്കിയിട്ട് മാറ്റണം. മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് ആർ നെവർ സോൾവ്ഡ് ഡെയിലി ബൈ ഹിം. അപ്പോൾ ബൈ ഹിം എന്നാണ് വന്നിരിക്കുന്നത്. ബൈ ഹിം എന്ന് പറയുമ്പോൾ അതാണ് നമ്മുടെ സബ്ജക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ ഹിം സബ്ജക്റ്റ് ആകുമ്പോൾ ഹി ആവും. പിന്നെ എന്താണ് ചെയ്തിട്ടുള്ളത്, മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് ഉള്ളതാണ് നമ്മുടെ ഒബ്ജക്റ്റ് വരുന്നത്. ഇതിൽ ആർ നെവർ സോൾവ്ഡ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പ്രസൻറ്റ് ഫോമാണ് നമ്മൾ പാസീവിലേക്ക് മാറ്റുമ്പോൾ ഇസ് അല്ലെങ്കിൽ ആറായിട്ട് മാറുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ എ ആണ്. ഹി നെവർ സോൾവ്സ് മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് ഡെയിലി. Next question, parts of the following sentence have been given as options. Select the option that contains an error. അപ്പോൾ നമുക്കൊരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്, ഇതിൽ സ്പെല്ലിംഗ് എററാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള സെൻറ്റൻസ്, മൈ കൊളീഗ്സ് ഹാവ് ലാക്ഡ് ദ കോൺഷ്യൻസ് നീഡഡ് ടു ബി മോറലി കറക്റ്റ് ഓൺ ദിസ് ഗ്രേവ് ഇഷ്യൂ എന്നുള്ളതാണ്. ഇതിൽ കൊളീഗ്സ് എന്നുള്ളതാണ് നമുക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ ബി ആണ്. കൊളീഗ്സിൻ്റെ സ്പെല്ലിംഗ് വരേണ്ടത് COLLEAGUES ആണ്. കൊളീഗ്സ് മീനിങ് വരുന്നത് സഹപ്രവർത്തകർ എന്നുള്ളതാണ്. കോൺഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസാക്ഷി എന്നുള്ളതാണ്. പക്ഷേ എൻ്റെ സ്പെല്ലിംഗ് അതിൽ കറക്റ്റാണ്. ബാക്കി എല്ലാതിൻ്റെയും സ്പെല്ലിങ് കറക്റ്റാണ്. ഗ്രേവ് എന്നുള്ളത് ഇതുപോലെ സീരിയസ് എന്നുള്ളതാണ് മീനിങ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the following sentence has been split into 4 segments. Identify the segment that contains a grammatical error. അപ്പോൾ നമുക്കൊരു സെൻറ്റൻസ് 4ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അതിലെവിടെയാണ് എറർ എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. When Mayank came, I shall go with him to the circus. മയങ്ക് വരുമ്പോൾ ഞാൻ അയാളുടെ കൂടെ സർക്കസിന് പോകാം എന്നുള്ളതാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ കെയിം എന്നുള്ളത് യൂസ് ചെയ്യണത് ശരിയല്ല. അവിടെ വരേണ്ടത് സിമ്പിൾ പ്രസൻ്റ് ആണ്. അതുകൊണ്ട് നമ്മുടെ എറർ വരുന്നത് പാർട്ട് ബിയിലാണ്. അവിടെ വെൻ മയങ് കെയിം അല്ല, വെൻ മയങ് കംസ് ആണ് വരേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദ ഗിവൺ ഇഡിയം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഇഡിയമിൻ്റെ കറക്റ്റ് മീനിങ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ബൈറ്റ് ദ ബുള്ളറ്റ് എന്നാണ് നമുക്ക് തന്നിട്ടുള്ള ഇഡിയം. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് നമ്മുടെ സിറ്റുവേഷൻ കാരണം അല്ലെങ്കിൽ നെസസിറ്റി കാരണം നമ്മൾ ഉണ്ടായ കാര്യം സഹിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ സി ആണ്. ടു എൻഡ്യൂർ എ പെയിൻഫുൾ സിറ്റുവേഷൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻറ്റോണിം ഓഫ് ദ ഗിവൺ വേർഡ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള വേർഡിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് ഉള്ള വേർഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്വേർഡ് ആണ് നമുക്ക് തന്നിട്ടുള്ള വേർഡ്. ഓക്വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിചിത്രമായത് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വരേണ്ട ഇതുപോലെ ഏതെങ്കിലും നല്ലതായതെന്നുള്ളതോ അല്ലെങ്കിൽ അട്രാക്റ്റീവ് ആയതെന്നുള്ളതാണല്ലോ അതിൻ്റെ ഓപ്പോസിറ്റ് വരേണ്ടത്. അപ്പോൾ നമ്മുടെ ആൻസർ വരിക ഓപ്ഷൻ എ ആണ്. ഗ്രേസ്ഫുൾ ആണ് നമ്മുടെ ആൻസർ വരിക. മീനിങ് ഫുള്ളിൻ്റെ ഓപ്പോസിറ്റ് വരേണ്ടത് മീനിങ് ലെസ് അല്ലെങ്കിൽ വേഗ് എന്നുള്ളതായിരിക്കണം വരേണ്ടത്. അതുകൊണ്ട് മീനിങ് ഫുള്ള് നമുക്കവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻറ്റോണിം ഓഫ് ദ അണ്ടർലൈൻഡ് വേർഡ് ഇൻ ദ ഗിവൺ സെൻറ്റൻസ്. അപ്പോൾ നമുക്കൊരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്, അതിലൊരു വേർഡ് അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് ഉള്ള വേർഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. On the day of independence, a jubilant crowd from all over the country cheered and wept. അപ്പോൾ ജൂബിലൻ്റ് എന്നുള്ളത് വെരി ഹാപ്പി എന്നുള്ളതാണ് മീനിങ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വരേണ്ടത് ഓപ്ഷൻ ഡി ആണ്. ഗ്ലൂമി ആണ് വരിക. എലേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂബിലൻ്റ് സിനോണിമാണ്, വെരി ഹാപ്പി എന്നുള്ളതാണ്. ട്രയംഫൻ്റ് എന്ന് പറയുമ്പോൾ വിജയിച്ചത് എന്നുള്ളതാണ്. അത് നമ്മൾ തന്നിട്ടുള്ള വേർഡിൻ്റെ സിനോണിം അല്ല.
പിന്നെ ക്രിപ്റ്റിക് എന്നുള്ളത് പറയുന്നത് നിഗൂഢമായത് എന്നുള്ളതാണ്, മിസ്റ്റീരിയസ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ദാറ്റ് ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദ അണ്ടർലൈൻഡ് വേർഡ്സ് ഇൻ ദ ഫോളോയിങ് സെൻറ്റൻസ്. അപ്പോൾ നമുക്ക് കുറച്ച് വേർഡ്സ് അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. അതിൻ്റെ കറക്റ്റ് ഓപ്ഷനാണ് നമുക്ക് ചൂസ് ചെയ്തെടുക്കേണ്ടത്. ഇറ്റ് ഈസ് റെയിനിങ് എ ലോട്ട് ഇൻ ഏപ്രിൽ ആൻഡ് മെയ് ബട്ട് ദ സമ്മർ ഇസ് വെരി ഡ്രൈ. അപ്പോൾ ഏപ്രിൽ സമയത്ത് നല്ലോണം മഴ പെയ്യും, പക്ഷേ സമ്മർ സമയത്ത് ഭയങ്കര ഡ്രൈ ആണെന്നുള്ളതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് ING യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ING യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഇപ്പോൾ നടക്കുന്നു എന്നുള്ളത്, ഇപ്പോൾ നൗ എന്നുള്ള വാക്കൊക്കെ വരികയാണെങ്കിലാണ് അവിടെ ING യൂസ് ചെയ്യുന്നത്. ഏപ്രിൽ മെയ് സമയത്ത് എപ്പോഴും മഴ പെയ്യുന്നല്ലേ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊരു ഡെയിലി അല്ലെങ്കിൽ യൂണിവേഴ്സൽ ട്രൂത്ത് പോലെ വരുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മളെപ്പോഴും സിമ്പിൾ പ്രസൻറ്റ് യൂസ് ചെയ്യണം. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ സി ആണ്. റെയിൻസ് എ ലോട്ടാണ് ആൻസർ വരേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ഗിവൺ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള സെൻറ്റൻസിന് പകരം യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വൺ വേർഡാണ് നമുക്ക് ചൂസ് ചെയ്തെടുക്കേണ്ടത്. എ പേഴ്സൺ ഹൂ കൺഫോംസ് ടു accepted behavior or established പ്രാക്ടീസസ്. അപ്പോൾ യാഥാസ്ഥികൻ എന്നുള്ളതാണ് അവിടെ മീനിങ് വരുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, കൺഫോർമിസ്റ്റ് ആണ്. സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ എ പേഴ്സൺ ഹൂ സ്പെഷ്യലൈസസ് ഇൻ സൈക്കോളജി. സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ മൈൻഡ് ആൻഡ് ബിഹേവിയർ പഠിക്കുന്ന ആളാണ് വരുന്നത്. സോഷ്യലിസ്റ്റ് എന്ന് പറയുമ്പോൾ വൺ ഹൂ സപ്പോർട്ട് സോഷ്യലിസം ആണ്. പിന്നെ റെബലിസ്റ്റ് എന്ന് പറയുമ്പോൾ വൺ ഹൂ ഇസ് എഗെയിൻസ്റ്റ് എ ഗവൺമെൻറ്റിനാണ് റെബലിസ്റ്റ് വരുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ വരിക ഓപ്ഷൻ ബി, കൺഫോമിസ്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻറ്റോണിം ഓഫ് ദ അണ്ടർലൈൻഡ് വേർഡ് ഇൻ ദ ഫോളോയിങ് സെൻറ്റൻസ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള സെൻറ്റൻസിൽ ഒരു വേർഡ് അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് ഉള്ള വേർഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ദ ഫീൽഡ്സ് റിമെയിൻഡ് ബാരൻ ഡിസ്പൈറ്റ് ദ എഫേർട്സ് ഓഫ് ദ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് അഗ്രികൾച്ചറൽ സയൻറ്റിസ്റ്റ്. അപ്പോൾ ഫീൽഡ്, പാടങ്ങൾ തരിശായിട്ടിരിക്കുക എന്നുള്ള, ബാരൻ്റെ മീനിങ് വരുന്നത് തരിശായിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വരേണ്ടത് ഇതുപോലെ സമൃദ്ധമായതോ അല്ലെങ്കിൽ വളക്കൂറുള്ളത് എന്നുള്ളതല്ലേ വരേണ്ടത്. അതുകൊണ്ട് നമ്മുടെ ആൻസർ വരിക ഓപ്ഷൻ ഡി, ഫെർട്ടൈൽ ആണ്. സ്റ്റെറൈൽ എന്ന് പറയുന്നത് ബാരൻ്റെ സിനോണിമാണ്. ഡാമ്പ് എന്ന് പറയുമ്പോൾ നനഞ്ഞിരിക്കണേനെയാണ് നമ്മൾ ഡാമ്പ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്പെല്ലിംഗ് ഓഫ് ദ അണ്ടർലൈൻഡ് വേർഡ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള സെൻറ്റൻസിൽ ഒരു വേർഡ് അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. അത് നമുക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് സ്പെല്ലിംഗ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇറ്റ് ഈസ് കൺസിഡേർഡ് എ ഗ്രേറ്റ് ഫിനോമിന ഇൻ ദ ഫീൽഡ് ഓഫ് എക്കണോമിക്സ്. ഫിനോമിനയുടെ മീനിങ് വരുന്നത് പ്രതിഭാസം എന്നുള്ളതാണ്. അതിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, PHENOMENA. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻറ്റോണിം ഓഫ് ദ ഗിവൺ വേർഡ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള വേർഡിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് ഉള്ള വേർഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സെറൻഡിപ്പിറ്റി എന്നാണ് നമുക്ക് തന്നിട്ടുള്ള വേർഡ്. അപ്പോൾ നമ്മൾ ഭാഗ്യം കൊണ്ട് എന്തെങ്കിലും നല്ല സാധനങ്ങൾ കണ്ടുപിടിക്കുക, അതിനെയാണ് നമ്മൾ സെറൻഡിപ്പിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഭാഗ്യം എന്നുള്ളതാവുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വരേണ്ടത് നിർഭാഗ്യം എന്നുള്ളതാണല്ലോ. അതുകൊണ്ട് നമ്മുടെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ ബി ആണ്, മിസ്ഫോർച്യൂൺ ആണ് നമ്മുടെ ആൻസർ വരിക. ടാഞ്ചിബിൾ എന്ന് പറയുമ്പോൾ റിയൽ ആയിട്ടുള്ള എന്തും, സംതിങ് വിച്ച് ക്യാൻ ബി ടച്ച്ഡ്, അതാണ് ടാഞ്ചിബിൾ വരുന്നത്. പെർമനൻസി ഇതുപോലെ പെർമനൻ്റ് ആയിട്ടുള്ളത്. ട്രാങ്ക്വിലിറ്റി കാമാണ് മീനിങ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻറ്റോണിം ഓഫ് ദ ഗിവൺ വേർഡ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള വേർഡിൻ്റെ ആൻറ്റോണിം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് മീനിങ് ഉള്ള വേർഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഗ്ലാഡ് ആണ് നമുക്ക് തന്നിട്ടുള്ള വേർഡ്. ഗ്ലാഡ് എന്ന് പറഞ്ഞാൽ ഹാപ്പി ആണല്ലോ. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വരേണ്ടത് ഓപ്ഷൻ സി ആണ്, സാഡ് ആണ് വരിക. ജൈവിൻ്റെ മീനിങ് ഇതുപോലെ ഹാപ്പി തന്നെയാണ്. ഹോണ്ട് എന്ന് പറയുമ്പോൾ നമ്മളെ അലട്ടുന്നത് എന്നുള്ളതാണ് മീനിങ് വരുന്നത്. ഇന്നസെൻ്റ് നിഷ്കളങ്കനാണ്. അപ്പോൾ അത് ഇതിവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്തത് നമുക്കിതുപോലെ സെൻറ്റൻസുകൾ ജമ്പിൾ ചെയ്ത് തന്നിട്ടുണ്ട്. അതൊന്ന് കറക്റ്റ് ഓർഡർ ആക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിൽ സെൻറ്റൻസുകൾ വെച്ച് നോക്കുമ്പോൾ എയിൽ പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഇൻക്ലൂഡഡ് എ കാർബൺ ടാക്സ് എന്നുള്ളതാണ്. അപ്പോൾ ഇറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പ്രോണൗൺ ആണല്ലോ. അപ്പോൾ ഫസ്റ്റ് തന്നെ എന്തിനെങ്കിലും പറ്റി പറഞ്ഞിട്ടുണ്ടാവും, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇറ്റ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ബി കഴിഞ്ഞിട്ട് എ വരണതാണ് കുറച്ചും കൂടി ആപ്റ്റായിട്ട് തോന്നുന്നത്. ദ ന്യൂ പോളിസി എയിംഡ് ടു റെഡ്യൂസ് carbon emissions and promote renewable energy sources. It included a carbon tax on fossil fuels and incentives for business
ആൻഡ് ഇൻഡിവിജ്വൽസ് ടു അഡോപ്റ്റ് ഗ്രീൻ പ്രാക്ടീസസ്. അപ്പോൾ ബി എ എന്നുള്ള വരുന്ന ഓപ്ഷനാണ് നമുക്ക് നോക്കേണ്ടത്. നമുക്ക് നോക്കുമ്പോൾ ഓപ്ഷൻ എയിൽ ബി എ ആണ് വരുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് ഡിയും സിയും ഇതുപോലെ കറക്റ്റ് ആണോ എന്നുള്ളതാണ്. ഹവെവർ ആണ് നമ്മൾ സാധാരണ എൻഡിങ് ആയിട്ടൊക്കെ കൊടുക്കുന്നത്. ഇങ്ങനെ സെൻറ്റൻസ് ആയിട്ട് വായിച്ചു നോക്കുമ്പോഴും ഡിയും സിയും ഇതുപോലെ കറക്റ്റാണ്. അപ്പോൾ നമ്മുടെ ആൻസർ വരിക ഓപ്ഷൻ എ ആണ്. ബി എ ഡി സി ആണ് അതിൻ്റെ കറക്റ്റ് ഓർഡർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ അണ്ടർലൈൻ സെഗ്മെൻറ്റ്. അപ്പോൾ നമുക്ക് അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുള്ള വാക്കുകൾക്ക് പകരം യൂസ് ചെയ്യാൻ പറ്റിയൊരു വൺ വേർഡാണ് നമുക്ക് ചൂസ് ചെയ്യേണ്ടത്. The music filled the room with a lot of happiness, expressing joyful melodies that brought smiles to everyone's face. A lot of happiness എന്ന് പറയുമ്പോൾ ജോയ് അല്ലേ നമ്മുടെ ആൻസർ വരിക. അപ്പോൾ നമ്മുടെ ആൻസർ ബി ആണ്. എക്സൈറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ആകാംക്ഷയാണ്. ആകാംക്ഷയും സന്തോഷം അത് വ്യത്യാസമാണ്. അപ്പോൾ കറക്റ്റ് മീനിങ് വരുന്നത് ഓപ്ഷൻ ബി ആണ്, ജോയ് ആണ് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് എക്സ്പ്രസ്സസ് ദ ഫോളോയിങ് സെൻറ്റൻസ് ഇൻ ആക്റ്റീവ് വോയിസ്. അപ്പോൾ ഇതിലും നമുക്ക് സെൻറ്റൻസ് പാസീവിലാണ് തന്നിരിക്കുന്നത്. അതിൻ്റെ കറക്റ്റ് ആക്റ്റീവ് വോയിസ് ഏതാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എ പ്ലേ ഈസ് ബീയിങ് സ്റ്റേജ്ഡ് ബൈ അവർ ഗ്രൂപ്പ് ദിസ് ഈവനിങ്. അപ്പോൾ ബൈ അവർ ഗ്രൂപ്പാണല്ലോ വന്നിരിക്കുന്നത്. അപ്പോൾ അവർ ഗ്രൂപ്പാണ് ഒബ്ജക്റ്റ്. അപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ അവർ ഗ്രൂപ്പ് നമ്മുടെ സബ്ജക്റ്റ് ആവും. പിന്നെ എ പ്ലേ എന്നുള്ളത് നമ്മുടെ ഒബ്ജക്റ്റ് ആവും. ബീയിങ് സ്റ്റേഡ് ING ഫോമാണ് നമ്മൾ പാസീവിലേക്ക് മാറ്റുമ്പോൾ ബീയിങ് ആവുന്നത്. പിന്നെ ഇസ് ബീയിങ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇസ് ഉള്ള സെൻറ്റൻസും ആയിരിക്കണം. അപ്പോൾ നമ്മുടെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ സി ആണ്. അവർ ഗ്രൂപ്പ് സ്റ്റേജിങ് എ പ്ലേ ദിസ് ഈവനിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻറ്റോണിം ഓഫ് ദ ഗിവൺ വേർഡ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ആ വേർഡിൻ്റെ ആൻറ്റോണിം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് മീനിങ് ഉള്ള വേർഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഗ്രേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ സീരിയസ് എന്നുള്ളതാണ്. ഗ്രേവ് സീരിയസ് അല്ലെങ്കിൽ ഗ്രേറ്റ് എന്നുള്ളതാണ് അതിൻ്റെ മീനിങ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വരേണ്ടത് ഇതുപോലെ നിസ്സാരമായത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ആൻസർ വരിക ഓപ്ഷൻ ബി ഫ്രിവലസ് ആണ്. ഫ്രിവലസ് ആണ് നിസ്സാരം എന്നുള്ളത് വരുന്നത്. നേറ്റീവ് എന്നുള്ള പറയുമ്പോൾ ബിലോങ്ങിങ് ടു എ കൺട്രി ഓർ എ പ്ലേസ് എന്നുള്ളതാണ് നേറ്റീവ്. അതല്ലാണ്ട് പുറത്തുനിന്ന് വരുമ്പോൾ അതിനെ ഫോറിൻ എന്നാണ് വിളിക്കുക. അതുകൊണ്ട് നമുക്കിവിടെ നേറ്റീവും ഫോറിനും യൂസ് ചെയ്യാൻ പറ്റില്ല. ഗ്രേവ് സീരിയസ് എന്ന് പറയുന്നത് ഗ്രേവിൻ്റെ സിനോണിമാണ്. അതുകൊണ്ട് നമ്മുടെ ആൻസർ വരിക ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ഗിവൺ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള വേർഡ്സിന് പകരം യൂസ് ചെയ്യാൻ പറ്റിയൊരു വൺ വേർഡാണ് നമുക്ക് ചൂസ് ചെയ്യേണ്ടത്. ദ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ടു വോട്ട്. അപ്പോൾ ഒരാളുടെ വോട്ട് ചെയ്യാനുള്ള റൈറ്റിനെ നമ്മൾ പറയുന്നത് ഫ്രാഞ്ചൈസ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ വരിക. പോളിംഗ് അല്ലെങ്കിൽ വോട്ടിംഗ് സെയിം മീനിങ് ആണ്. എന്ന് വെച്ചാൽ വോട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ്. അതിനെ വോട്ടിംഗ് അല്ലെങ്കിൽ പോളിംഗ് എന്നാണ് നമ്മൾ പറയാം. ബട്ടണിങ് എന്നുള്ള പറയുമ്പോൾ നമ്മൾ ഷർട്ട് ബട്ടൺ ചെയ്യില്ലേ. ഇപ്പോൾ രണ്ട് സാധനങ്ങളെ ഒരു ഡിസ്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ട് അറ്റാച്ച് ചെയ്യുക, അതിനാണ് നമ്മൾ ബട്ടണിങ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഇഡിയം ഫോർ ദ ഗിവൺ സിറ്റുവേഷൻ. അപ്പോൾ നമുക്കൊരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ കോണ്ടെക്സ്റ്റിന് പറ്റിയ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഇഡിയമാണ് നമുക്ക് ചൂസ് ചെയ്തെടുക്കേണ്ടത്. ഔറംഗസേബ് ദ ഫേമസ് മുഗൾ റൂളർ ഫൗണ്ട് ദാറ്റ് he had caught someone more powerful than him in the form of the brave Maratha Shivaji. അപ്പോൾ അവിടെ മീനിങ് വരുന്നത് നമ്മളെക്കാളും ശക്തിശാലിയായ ഒരാളെ ചലഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് പറ്റിയ കറക്റ്റ് ഇഡിയം എന്നുള്ള പറയുന്നത് ഓപ്ഷൻ സി ആണ്. ക്യാച്ചിങ് എ ടാർട്ടാർ എന്നുള്ളതാണ് അവിടെ കറക്റ്റ് ഇഡിയം യൂസ് വരിക. നിപ്പിങ് ഇൻ ദ ബഡ് എന്ന് പറയുമ്പോൾ മുളയിലേ നുള്ളുക എന്നുള്ളതാണ്. അത് ആ കോണ്ടെക്സ്റ്റ് വൈസ് അത് കറക്റ്റ് അല്ല. ചേഞ്ചിങ് ദ ഹാൻഡ്സ് എന്ന് പറയുമ്പോൾ അത് മലയാളത്തിൽ നമ്മൾ പറയുന്ന പോലെ തന്നെ കൈമാറിപ്പോവുക, അതിനെയാണ് ഒരു ഓണറിൽ നിന്ന് വേറൊരു ഓണറിലേക്ക് എത്തുന്നതിനെയാണ് ചേഞ്ചിങ് ഹാൻഡ്സ് പറയുന്നത്. ബ്ലേസിങ് ദ ട്രെയിൽ എന്ന് പറയുന്നത് ഇതുപോലെ വഴി തെളിയിക്കുക എന്ന് വെച്ചാൽ പുതിയതായിട്ട് ഒരാൾ ഒരു കാര്യം തുടങ്ങുക, അതാണ് ബ്ലേസിങ് ട്രെയിൽ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ദാറ്റ് ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദ അണ്ടർലൈൻ സെഗ്മെൻറ്റ് ഇൻ ദ ഗിവൺ സെൻറ്റൻസ്. അപ്പോൾ നമുക്ക് വേർഡ്സ് അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. അതിനെ പറ്റിയ കറക്റ്റ് യൂസേജ് ആണ് നമുക്ക് ഓപ്ഷനിൽ ചൂസ് ചെയ്തെടുക്കേണ്ടത്. ഐ ഡോണ്ട് തിങ്ക് ഹീ ക്യാൻ ഡാൻസ് ആസ് വെൽ എസ് അലീന.
അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ 2 പേരുടെ കാര്യമാണ് പറഞ്ഞിരിക്കണത്. അപ്പോൾ 2 പേരാണ് തന്നിരിക്കണമെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് പോസിറ്റീവ് ഡിഗ്രിയോ അല്ലെങ്കിൽ കമ്പാരിറ്റീവോ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. 2ൽ കൂടുതലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സൂപ്പർലേറ്റീവ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ യൂസേജ് അവിടെ ഇൻകറക്റ്റ് ആണ്. ഇനി നമ്മൾ ഐ ഡോണ്ട് തിങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂഷ്വലി പോസിറ്റീവ് ഡിഗ്രിയാണ് യൂസ് ചെയ്യുക. കാരണം നമ്മൾ കമ്പാരിറ്റീവ് യൂസ് ചെയ്യുമ്പോൾ ബെറ്റർ ദാൻ എന്നൊക്കെ പറയുമ്പോൾ യൂഷ്വലി നമ്മൾ നോ നോട്ട് ഇട്ടിട്ടുള്ള സെൻറ്റൻസ് അല്ല യൂസ് ചെയ്യുക. അതുകൊണ്ട് നമ്മുടെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ സി ആണ്. ആസ് വെൽ ആസ് ആണ് നമ്മുടെ ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു പാസേജ് ആണ്. അപ്പോൾ ആ പാസേജ് വായിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിൽ ഇന്ത്യൻ ഫേംസ്, അതിൻ്റെ സക്സസ്, അതിൻ്റെ ഫെയിലിയർ, അതിൻ്റെ വീക്ക്നെസ്സുകൾ, പിന്നെ അതുപോലെ തന്നെ അത് ഫേസ് ചെയ്യുന്ന ചലഞ്ചസ്, അതൊക്കെയാണ് ഈ പാസേജിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഹാസ് ദ ഇന്ത്യൻ ടാലൻറ്റ് ഫോർ എക്വയറിങ് മെറ്റീരിയൽ വെൽത്ത് ലീഡ് ടു? അപ്പോൾ മെറ്റീരിയൽ വെൽത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് നമ്മൾ എന്തൊക്കെ നേടി എന്നുള്ളതാണ്. അതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. കൊമേഴ്ഷ്യൽ സക്സസ്, ഇന്നോവേഷൻ ആൻഡ് അഡാപ്റ്റബിലിറ്റി. അത് ആ പാസേജിൽ കൊടുത്തിട്ടുണ്ട്. ആ ആൻസർ തന്നെയാണ്. നെക്സ്റ്റ് വൺ, വാട്ട് ആർ ദ വീക്ക്നെസ്സസ് ഓഫ് ട്രഡീഷണൽ ഇന്ത്യൻ ഫേംസ്? അപ്പോൾ നമ്മുടെ ഈ ട്രഡീഷണൽ ഇന്ത്യൻ ഫേംസിൻ്റെ വീക്ക്നെസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അതും നമ്മുടെ പാസേജിൽ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എ ലാക്ക് ഓഫ് ടീം വർക്ക് ആൻഡ് എ വീക്ക്നെസ് ഫോർ ക്വിക്ക് പ്രോഫിറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഈസ് ദ ഡിസയർ ടു സക്സീഡ് മോർ ഇൻറ്റൻസ് ഇൻ ഇന്ത്യ? അപ്പോൾ അതിൻ്റെ 3 റീസൺസ് നമ്മുടെ പാസേജിൽ കൊടുത്തിട്ടുണ്ട്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഡ്യൂ ടു ഫിയർ ഓഫ് പോവർട്ടി, കട്ട് ത്രോട്ട് കോമ്പറ്റീഷൻ ആൻഡ് ദ ഹോൾഡ് ഓഫ് ഹയറാർക്കി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻറ്റോണിം ഓഫ് ദ ഗിവൺ വേർഡ് വിത്ത് റെഫറൻസ് ടു ഇറ്റ്സ് യൂസേജ് ഇൻ ദ പാസേജ്. അപ്പോൾ പാസേജിൽ ഈ വേർഡ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് കണ്ടുപിടിക്കണം. ഡെബിലിറ്റേറ്റിംഗ് എന്നുള്ളതാണ് നമുക്ക് തന്നിട്ടുള്ള വേർഡ്. ഡെബിലിറ്റേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്കനിങ് എന്നുള്ളതാണ്, നമ്മളെ തളർത്തുന്നത്. ഇതിലെ എൻഫീബ്ലിംഗ്, ക്രിപ്ലിംഗ്, അണ്ടർമൈനിങ് ഇതെല്ലാതും സിമിലർ മീനിങ് ആണ്. എന്ന് വെച്ചാൽ നമ്മളെ തളർത്തുന്നത് അല്ലെങ്കിൽ വിച്ച് കോസസ് വീക്ക്നെസ് എന്നുള്ളതാണ്. അപ്പോൾ എൻഫീബ്ലിംഗ്, ക്രിപ്ലിംഗ്, അണ്ടർമൈനിങ് ഇതെല്ലാം ഡെബിലിറ്റേറ്റിങ്ങിൻ്റെ സിനോണിംസ് ആണ്. അപ്പോൾ അതിൻ്റെ ആൻറ്റോണിം വരുന്നത് ഇൻവിഗറേറ്റ് ആണ്. അപ്പോൾ എനർജി കൊടുക്കുക എന്നുള്ളതാണ് ഇൻവിഗറേറ്റിങ്ങിൻ്റെ മീനിങ് വരുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സിനോണിം ഓഫ് ദ ഗിവൺ വേർഡ് വിത്ത് റെഫറൻസ് ടു ഇറ്റ്സ് യൂസേജ് ഇൻ ദ പാസേജ്. അപ്പോൾ ഈ തന്നിട്ടുള്ള വേർഡ് നമ്മൾ പാസേജിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സിമിലർ ആയിട്ടുള്ള വേർഡ് അല്ലെങ്കിൽ സിനോണിമാണ് നമുക്ക് ചൂസ് ചെയ്യേണ്ടത്. ആസ്ഫിക്സിയേറ്റിംഗ് എന്നുള്ളതാണ് നമുക്ക് തന്നിട്ടുള്ള വേർഡ്. ആസ്ഫിക്സിയേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്വാസം മുട്ടിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ സിനോണിം വരുന്നത് സ്മദറിങ് ആണ്. അതിൻ്റെ ബാക്കിയെല്ലാതും ഇമാൻസിപ്പേറ്റിംഗ്, ലിബറേറ്റിംഗ്, അൺഫെറ്ററിങ് ഇതെല്ലാം സെയിം മീനിങ് ആണ്. എല്ലാവരുടെയും മീനിങ് വരുന്നത് നമ്മളെ ഫ്രീ ആക്കുക എന്നുള്ള അല്ലെങ്കിൽ ലിബറേഷൻ എന്നുള്ളതാണ്, ഇൻഡിപെൻഡൻസ് എന്നുള്ളതാണ്. ഇതിൻ്റെ 3ൻ്റെയും മീനിങ് വരിക. അപ്പോൾ ഇതിൻ്റെ ആസ്ഫിക്സിയേറ്റിങ്ങിൻ്റെ ആൻറ്റോണിംസ് ആണ് ബാക്കി 3 വേർഡ്സും. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഷിഫ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.